കുറച്ചു നാളുകളായി മാളത്തിൽ ഒളിച്ചിരുന്ന പാകിസ്ഥാന്റെ നേതാക്കൾ വീണ്ടും രംഗത്ത് വരികയാണ്. പുറത്തു വന്നതിന് പിന്നാലെ വലിയ വെല്ലുവിളിയാണ്. വെള്ളം തന്നില്ലെങ്കിൽ ഇന്ത്യയുമായി യുദ്ധം, അതോടൊപ്പം തന്നെ 6 നദികൾ പിടിച്ചെടുക്കും. ഇന്ത്യ ഞെട്ടുമോ? എന്ത് ചെയ്യും ഇപ്പം ശ്രീജിത്ത്? നമ്മൾ 6 നദികൾ പിടിച്ചെടുക്കുക. ഇനി കേരളത്തിലെ 44 കൂടെ കൂട്ടി 50 അതും കൂടെ അങ്ങ് പിടിച്ചെടുത്തോട്ടവരല്ലേ. അപ്പോൾ മുല്ലപ്പെരിയാറിൻ്റെ പ്രശ്നം സോൾവ് ആവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വെള്ളം കുടിക്കാൻ മുട്ടുമല്ലോ. ഇനി വെള്ളം കുടിക്കാൻ എവിടെ പോകും? നമ്മുടെ ബോട്ടിൽഡ് വാട്ടർ തന്നെ ആശ്രയിക്കേണ്ടി വരും. വിദേശത്തുനിന്ന് ഇറക്കുമതി ചെയ്യേണ്ടി വരും അല്ലേ. ബിലാവൽ ഭൂട്ടോയാണ് പറഞ്ഞത്. കല്ലേ പിളർക്കുന്ന കൽപ്പനയാണ്, അത്ര ശക്തനാണ്. ഈ ബ്രഹ്മോസുകൾ അവിടെ എത്തിയപ്പോൾ എവിടെയൊന്നും കാണാനില്ലായിരുന്നു. ഒരുത്തൻ അവിടെ ഫീൽഡ് മാർഷലായിട്ട് പ്രൊമോഷൻ കിട്ടിയവൻ ഭൂമിക്കടിയിൽ പോയി ഒളിച്ചിരുന്നു. നമ്മുടെ നേതാക്കളും പ്രധാനമന്ത്രി ഉൾപ്പെടെ എല്ലാവരും അതിരുകളിലേക്ക് തന്നെ പോയി. ഇയാൾ കയറി ഒളിച്ചിരുന്ന മനുഷ്യനാണ് മൂക്കുമുട്ട ചാപ്പാട് കഴിക്കാൻ വേണ്ടി അമേരിക്കയിലേക്ക് പോയത്. പിറ്റേ ദിവസം ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അമേരിക്കയ്ക്ക് ഈ പ്രാവശ്യത്തെ നൊബേൽ സമ്മാനം ഞാനങ്ങ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നാണ് പ്രഖ്യാപനം. പാകിസ്ഥാനിൽ നിന്നാണ് നൊബേൽ സമ്മാന പ്രഖ്യാപനം. അങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പ്രാവശ്യത്തെ നൊബേൽ സമ്മാന ജേതാവായിട്ട് അങ്ങനെ ട്രംപ് ഇരിക്കുകയാണ്. ആ ട്രംപ് ഇരുന്ന് ആ നൊബേൽ സമ്മാന ജേതാവ് ആ സമ്മാനവും കൊണ്ട് പോയി ആയിരിക്കണം ഇറാനെ ആക്രമിച്ചത്. സമാധാനമായിട്ട് കഴിഞ്ഞതിന് ഒരു ഭൂപ്രദേശം മധ്യേഷ്യ മുഴുവൻ കലുഷിതമാക്കി കടന്നൽ കൂട്ടി കല്ലെറിഞ്ഞു പോലാക്കി തീർന്നു. തുടർന്നുകൊണ്ടിരിക്കുകയാണ് യുദ്ധം. ഒരുമാതിരി അടങ്ങി വന്ന സമയത്ത് ഇങ്ങനെയാണ് സമാധാനം സ്ഥാപിക്കുന്നത്. എന്നിട്ട് അനങ്ങാതിരിക്കുക അവിടെ. അപ്പോൾ അത് ശുപാർശ ചെയ്തത് പാകിസ്ഥാൻ. ആ പാകിസ്ഥാൻ തങ്ങളുടെ ഇറാനെ ഒന്ന് ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ കാണിച്ചത് UN ചാർട്ടറിൻ്റെ ലംഘനമാണ്. ഐക്യരാഷ്ട്രസഭയുടെ മാർഗരേഖയുടെ ലംഘനമാണ് കാണിച്ചത്. മറ്റൊരു പരമാധികാര രാഷ്ട്രത്തിൽ കയറി ആക്രമിച്ചത് തെറ്റായിപ്പോയി എന്നും പറഞ്ഞു ചീത്തവിളി തുടങ്ങി. ചാപ്പാട് കഴിച്ച് അത് ദഹിക്കുന്നതിന് മുമ്പ് അവർ ചീത്തവിളി തുടങ്ങി. ഇനി അതിൻ്റെ പേര് സൈനിക മേധാവിയും പ്രസിഡൻറ്റും തമ്മിൽ, പ്രധാനമന്ത്രിയും തമ്മിൽ അടിപിടി നടക്കുമോ, പട്ടാള വിപ്ലവം നടക്കുക, പാകിസ്ഥാനാണ് എന്തും സംഭവിക്കുക. അതിനകത്ത് തന്നെ യുദ്ധം നടക്കാം. പിന്നെ ആരുടെ കയ്യിലോട്ടാണ്? അവിടെ കുറേ ബോംബുകൾ, നൂർഖാൻ വിമാനത്താവളത്തിനടുത്ത് കുറച്ച് ബോംബുകളുണ്ട്. ഇന്ത്യ പാതി വെന്ത് കരിഞ്ഞ നിലയല്ല. ഇന്ത്യയുടെ ബോംബ് അവിടെ ചെന്നിട്ട് പാതി കത്തിയതാണത്. അതിനിപ്പോൾ എന്താ സംഭവിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും കൊള്ളാം. സ്ഥിതിഗതികൾ അത്ര ഭദ്രമല്ല. തുടക്കം കുറിച്ചത് ട്രംപ് തന്നെയാണ്. ഇതേ പാകിസ്ഥാൻ തന്നെയാണ് ഇപ്പോൾ വലിയ ധീരത്തോടും ധീരത്വത്തോടും ഈ നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടായതിന് കുറച്ച് മുൻപ് ഈ പെഹൽഗാമിൽ ആക്രമണത്തിന് പിന്നാലെ ഞങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ടെന്ന് പറഞ്ഞത് ബിലാവൽ ഭൂട്ടോയാണ്. ഇപ്പോൾ അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. ഞങ്ങളുടെ കയ്യിൽ ആണവായുധം കൊണ്ട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം എന്ന് പറഞ്ഞതാണ്. വെരട്ടിക്കളഞ്ഞതാണ് നമ്മളിത്. ഇപ്പം മോദി പറഞ്ഞു ആണവായുധ ഭീഷണിയൊന്നും വേണ്ടാന്ന്. അപ്പോൾ ആണവായുധം വെച്ചിട്ടല്ല ആക്രമിക്കുന്നത് അല്ലേ. കാരണം അതിൽ റേഡിയേഷൻ വരും, നദികളിൽ റേഡിയേഷൻ വരുമല്ലോ, അത് പേടിച്ചായിരിക്കും. ഞങ്ങൾ വരും, ഞങ്ങളുടെ പട്ടാളം കഴുതപ്പുറത്ത്, ഇവയുടെ കഴുതയാണ് ഏറ്റവും കൂടുതൽ ഇറക്കുമതി. കഴുതപ്പുറത്ത് ബിലാവലും സംഘവും ഇങ്ങോട്ട് വരും. ഈ 6 നദികളും പിടിച്ചെടുത്തുകൊണ്ടങ്ങ് പോകും. വേണമെങ്കിൽ കേരളത്തിലെ സർക്കാർ വേണമെങ്കിൽ 44 നദികൾ കേരളത്തിലുണ്ട്, ഇതും കൂടെ നിങ്ങൾ എടുത്തുകൊണ്ട് വയ്ക്കുമെന്ന് പറയും. കാരണം അത്ര ഐക്യദാർഢ്യം പ്രാപിക്കണമല്ലോ. ഭാരതമാതാവിനാണല്ലോ അവരുടെ ശത്രു എന്ന് പറയുന്നത്. പാകിസ്ഥാനിലെ കഴുതകൾ വന്നാൽ ഇതെല്ലാം കൂടെ കൊടുക്കും. ആ കഴുതകൾ വന്നിട്ട് ആ നദികളും കൂടെ കൊണ്ടുപോകും. എന്നിട്ട് ഇവിടെ വെള്ളം കുടിക്കുക, നമ്മൾ കിടന്ന് തൊണ്ട വരണ്ട് മരിക്കും. ഇതാണ് കേരളത്തിൻ്റെ ആസൂത്രണം. അപ്പോൾ ആ രീതിക്ക് എന്തിനാ പിന്നെ ഞങ്ങളുടെ ആകാശ് മിസൈലും ബ്രഹ്മോസ് മിസൈലും ഒക്കെ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അയ്യോ ദേണ്ടേ കൊല്ലുന്നേ എന്നും പറഞ്ഞ് നെഞ്ചത്തടിച്ച് വിളിച്ചുകൊണ്ട് അമേരിക്കൻ ട്രംപിൻ്റെ മുൻപിൽ പോയി നിന്നത്. നട്ടെല്ലും പഠിച്ചു നിന്ന് അയ്യോ വയ്യ, അവർ രക്ഷയില്ലേ, സഹിക്കുന്നില്ലേ എന്നും പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടാണല്ലോ. പോലീസ് സ്റ്റേഷനിൽ പോയി സാധാരണഗതി ഇടികൊള്ളുന്ന സ്ത്രീകളൊക്കെ വീട്ടിൽ നിന്ന് പോയി പരാതി കൊടുക്കുന്ന പോലെ അല്ലായിരുന്നു കൊടുത്തത്. അയ്യോ അയ്യോ കൊല്ലുന്നേ, അയ്യോ അയ്യോ കൊല്ലുന്നേ എന്നും പറഞ്ഞല്ലേ പോയത്. നിങ്ങൾ വിലയ്ക്ക് വാങ്ങിച്ചതാണ്, ചോദിച്ച് വാങ്ങിച്ചതാണ് ആ യുദ്ധം. അത് വാങ്ങിച്ചിട്ട് കിടന്ന് അയ്യോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വീരസ്യം പറയുകയാണ്. നിങ്ങൾ ചുണയുണ്ടെങ്കിൽ 6 നദികളല്ല, ഒരൊറ്റ നദി ഒന്ന് എടുക്കുക, കാണിച്ചു തരാം. നിങ്ങൾ കാണിച്ച തമ്മാടിത്തരത്തിന് ഈ സിന്ധു നദിയിലെ ജലം ഇപ്പോൾ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് മരുഭൂമിയായിട്ടുള്ള താർ മരുഭൂമിയുള്ള രാജസ്ഥാനിലേക്ക് കനാലുകളിലൂടെ ഈ വെള്ളം ഞങ്ങൾ തിരിച്ചുവിടും. അവിടെ പഞ്ചാബിനേക്കാൾ ഫലഭൂയിഷ്ടമായിട്ടുള്ള കൃഷിയിടമാക്കി ഞങ്ങൾ മാറ്റും. ഇപ്പം തന്നെ ഞങ്ങൾ സർപ്ലസ് ആയിട്ടുള്ള ഭക്ഷ്യ വസ്തുക്കൾ ലോകമെമ്പാടും കയറ്റി അയച്ചുകൊണ്ടിരിക്കുക. പഞ്ചാബിൻ്റെ സ്ഥാനം രാജസ്ഥാൻ കരുത്തമാക്കും. നോക്കിക്കോളൂ നിങ്ങൾ. ഇപ്പം തന്നെ ഞങ്ങൾക്ക് സർപ്ലസ് ഉണ്ട്, നിങ്ങൾക്ക് മൈനസാണ്. ആവശ്യത്തിന് ഫുഡില്ല, നിങ്ങൾ ഇറക്കുമതി ചെയ്യുകയാണ്. എന്നിട്ട് തന്നെ എല്ലാ ജനങ്ങൾക്കും കൊടുക്കാൻ കഴിയുന്നില്ല. വെള്ളം കൂടി മുട്ടും, ജനങ്ങൾക്ക് വെള്ളമില്ലാതെ വരും.
ഇതിൻ്റെ എല്ലാ ഉത്തരവാദി നിങ്ങളാണ്. പാകിസ്ഥാനിൽ നിങ്ങളിപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ് തന്നെയാണ്. ഈ ഇറാനെ ബോംബിട്ട് നശിപ്പിച്ച് അവിടെ ഭരണം മാറ്റാനാണ് പാകിസ്ഥാൻ. ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ഈ നദീജല കരാർ ഞങ്ങൾ ലംഘിച്ചിട്ടില്ല, മരവിപ്പിച്ചിട്ടേ ഉള്ളൂ. ആ മരവിപ്പിക്കൽ കൊണ്ടു തന്നെ നിങ്ങളെ ജനങ്ങൾ തൂത്തുവാരി എറിയുള്ളൂ. ഞങ്ങൾക്ക് ബോംബും കൊണ്ട്, വലിയ ലോകത്തിലെ ഏറ്റവും വില കൂടിയ ബോംബും കൊണ്ട്, ആ ബസ്റ്റർ ബോംബും കൊണ്ട് ഒന്നും അങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ ബാസ്റ്റാർഡുകളല്ല, അതുകൊണ്ട് ബസ്റ്റർ ബോംബൊന്നും ഞങ്ങൾ ഉപയോഗിക്കില്ല. പക്ഷേ നയതന്ത്രം, ഈ തരത്തിലുള്ള നദീജല ഡിപ്ലോമസി എത്ര എന്ന് വിചാരിച്ചാൽ സഹിക്കുന്നത്? സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ തുടങ്ങിയ കഴിഞ്ഞ 70 വർഷങ്ങളിലേറെയായിട്ട് നിങ്ങളെ ഈ ഭീകരന്മാരെ വിട്ടും അതിർത്തി തുരന്നും അതിർത്തി മാന്തിയും ഒക്കെ ഞങ്ങളുടെ ആൾക്കാരെ ദ്രോഹിച്ചു. എത്ര പേരെയാണ് നിങ്ങൾ കൊന്നിരിക്കുന്നത്? കാശ്മീരിൻ്റെ താഴ്വര ഒന്ന് സ്വസ്ഥമാകുമ്പോൾ തുടങ്ങും നിങ്ങൾ. പാലസ്തീൻ പ്രദേശം ഒന്ന് സ്വസ്ഥമായപ്പോൾ ട്രംപ് തുടങ്ങിയതുപോലെ തുടങ്ങും ഭീകരാക്രമണം. ആ തരത്തിൽ അവിടുത്തെ ശാന്തിയും സമാധാനവും നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിന് നിങ്ങളൊരു വില കൊടുക്കേണ്ടി വരും. ആ വിലയാണ് ഈ നദീജല ഡിപ്ലോമസി. നിങ്ങൾ എന്ത് വാക്കുകൾ പറഞ്ഞാലും, നിങ്ങളുടെ ആണവ ബോംബുകൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞാലും ശരി, ഈ മരവിപ്പിക്കലിൽ നിന്ന് നിങ്ങൾ വിട്ടുമാറുകയില്ല. അല്ലെങ്കിൽ അവിടെ റഷ്യയും ചേഞ്ച് വരണം. ഇന്ത്യയുമായിട്ട് സമാധാനത്തിൽ 100% കഴിയാൻ താല്പര്യമുള്ള ഒരു ഗവൺമെൻറ് വന്നു. ഞങ്ങൾക്കത് ബോധ്യമായി കഴിഞ്ഞു. അല്ല ചുമ്മാ കടലാസിലെഴുതിയ സിംല കരാർ പോലെ ലംഘിക്കപ്പെടാനൊരു കരാർ ഉണ്ടാക്കിയാൽ അത് ഞങ്ങൾക്ക് ബോധ്യം വരില്ല. ഞങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരമാണ് സിംല കരാർ. ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ഭൂട്ടോയും കൂടി സിംലയിൽ വെച്ചിട്ട് അത് ഒപ്പിട്ട് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് നിങ്ങളത് ലംഘിച്ചതല്ലേ? ഞങ്ങൾ പറഞ്ഞില്ലല്ലോ വീരവാദം, ഞങ്ങൾ സിംല കരാർ ലംഘിച്ചതിന് പാകിസ്ഥാനെ പിടിച്ചു കെട്ടി ഇങ്ങ് കൊണ്ടുവരുമെന്നും ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. നിങ്ങളുടെ പട്ടാളക്കാരെ പിടിച്ചു കെട്ടി കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഇല്ല, ചൂണയുണ്ടെങ്കിൽ വരൂ, ഈ നദികൾ പിടിച്ചുകൊണ്ട് പോകാൻ പറ. നിങ്ങളുടെ അമേരിക്കൻ ചേട്ടനുണ്ടല്ലോ, നൊബേൽ സമ്മാന ജേതാവ്, കൂട്ടുപിടിച്ച് വന്നു. ഒരു പേടി ഇന്ത്യക്കില്ല. സർവസജ്ജയാണ്. സർവം സഹയായിരുന്നു, ഇപ്പോൾ സർവസജ്ജമാണ്. ഏത് യുദ്ധത്തിനും ഞങ്ങൾ ഒരു സംശയവും വേണ്ട, അതിനെ ധീരമായിട്ട് തന്നെ നേരിടും. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ചൂട് മാറി ശ്രീജിത്തെ. അതാണിപ്പോൾ വീണ്ടും ഈ വീരവാദങ്ങളും വെല്ലുവിളികളും നടത്തുന്നത്. അല്ല, ഈ അമേരിക്കയിൽ അസീം മുനീർ സന്ദർശിച്ചതിന് പിന്നാലെ ആയിരിക്കുമോ എന്തെങ്കിലും ആയുധങ്ങൾ കൊടുത്തുവിട്ട ആ ധൈര്യത്തിലായിരിക്കുമല്ലോ ഇത്തരം പരാമർശങ്ങൾ? എന്ത് പരാമർശം? പിറ്റേ ദിവസം അവർ അമേരിക്കയെ അപലപിച്ചില്ലേ? ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ നിറമങ്ങ് മാറിയില്ലേ? ഇപ്പോൾ ട്രംപിന് മനസ്സിലായി കാണുമല്ലോ അവരുടെ തനി നിറം. ഉള്ളിലുള്ളത് പുറത്തായില്ലേ? സൽക്കരിച്ചത് വെറുതെ പാഴായി. അത്രയും പൈസ വെറുതെ കൊണ്ട് കളഞ്ഞു. മാട്ടിറച്ചി, കാട്ടിറച്ചി, എന്തൊക്കെയാണ്, കോഴിയിറച്ചി, താറാവിറച്ചി, എല്ലാം ഇറച്ചികളും കൊടുത്ത് സൽക്കരിച്ച്. ഞങ്ങൾക്ക് എന്തോ അവിടെ ഒരു സംബന്ധം കൂടാൻ ഒരു താവളം തരണേ. ചൈനയുണ്ടല്ലോ നിങ്ങളുടെ ആ മറ്റേ കാമുകൻ, അവൻ ശരിയല്ല, അവനെ മാറ്റിക്കണം. അപ്പോൾ റഷ്യ എന്നും പറഞ്ഞ് വലിയൊരു കാമുകനുണ്ടല്ലോ, ഒരു കരടി, അവനെ മാറ്റിക്കണം. ചെല്ലും എല്ലാം ഞാൻ തന്നോളാം. എനിക്ക് അവിടെ വീട്ടിനകത്തൊരു താവളം എനിക്ക് പ്രത്യേകമായിട്ട്. വേറെ ആരും ഇങ്ങോട്ട് കയറി വരരുത്. സോവിയറ്റ് യൂണിയനും കയറി വരരുത്, ചൈനയും കയറി വരരുത്. അങ്ങനെ ഒരു താവളം. ആ താവളം ആവശ്യപ്പെട്ടാണ് ഈ സർക്കാരെല്ലാം നടത്തിയത്. അവിടെ കൊണ്ടുപോയി. പിറ്റേ ദിവസം ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ തനി നിറം അവർക്ക് വ്യക്തമായി. ഇനി അതൊന്നും വരാൻ പോകുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.